എത്തും. തുടങ്ങി നിരവധി വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. യമൻ പൗരനെ കൊന്ന കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയെന്ന സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. നടപടി സൗദി വ്യവസായി ജേക്കബ് ചെറുവള്ളിൽ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന്. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കർമ്മസമിതി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന വധശിക്ഷാ തീയതി ജൂലൈ 16. കേരള സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് പോരിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയിൽ സർവകലാശാലയിൽ എത്താതെ VC ഡോക്ടർ മോഹനൻ കുന്നുമ്പൽ. പ്രശ്നം അറിയിക്കാൻ ഇന്ന് ഗവർണറെ കാണും. റാങ്ക് ലിസ്റ്റിൽ പ്രതിസന്ധി തുടരുന്നു. പ്രവേശന നടപടികൾക്ക് സാവകാശം ചോദിച്ച സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വീട്ടിലേക്ക് ഇന്ന് KSU മാർച്ച്. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക ആരോപണത്തിൽ അന്വേഷണത്തിന് നിർണായകമായത് സൗജന്യയുടെ കുടുംബത്തിന്റെ പോരാട്ടം. സൗജന്യ കൊല്ലപ്പെട്ടത് 2012 സ്കൂൾ വിട്ടു വരികയായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലേക്ക് നയിച്ചത് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് തിരികെ ഭൂമിയിലേക്ക്. ആക്സിയം 4 ദൗത്യത്തിന്റെ അൺഡോക്കിംഗ് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30. പേടകം നാളെ കാലിഫോർണിയയ്ക്ക് അടുത്ത് പസഫിക് സമുദ്രത്തിലിറങ്ങും. 4-അംഗ സംഘത്തിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ യാത്രയയപ്പ്. വിംബിൾഡണിൽ ചരിത്രം കുറിച്ച് യാനിക് സിന്നർ. 148 വർഷത്തെ ടൂർണമെന്റ് ചരിത്രത്തിൽ വിംബിൾഡൺ നേരിടുന്ന ആദ്യ ഇറ്റാലിയൻ താരം. ഫൈനലിൽ തോൽപ്പിച്ചത് നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസിനെ. സിന്നറിനേത് കന്നി കിരീടം. ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബായ ചെൽസിക്ക്. ഫ്രഞ്ച് ക്ലബ് PSG-യെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. കലാശപ്പോരിൽ ചെൽസിക്കായി ഇരട്ട ഗോൾ നേടി കോൾ പാർമർ. ചെൽസിക്കിത് 2ാം ക്ലബ് ലോകകപ്പ് കിരീടം. വാർത്തകൾ നോക്കാം. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ